ഒന്നാമതേ ഇന്നലെ എനിക്ക് കാലും കയ്യൊന്നും വയ്യാതെയാണ് ഞാൻ കയറി വീട്ടിലോട്ട് വന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കണമല്ലേ. ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. കാരണം എനിക്ക് കാലൊന്ന് ചെറുതായിട്ട് ഡാൻസ് കളിച്ചപ്പോൾ തട്ടി. അപ്പോൾ എന്താ പറയുക, കാലിൻ്റെ മുട്ടൊന്ന് ചെറുതായിട്ടൊരു വേദനയുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നു. കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും ചെടികളെ കാണിക്കുകയും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ കുപ്പിയും വരുന്നത് കൊണ്ട് ഞാൻ അച്ഛനെയാണ് വിളിച്ചത് ഈ പൈപ്പ് അടക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും പൈപ്പ് അടച്ചു. പക്ഷേ കഴിഞ്ഞപ്പോഴത്തേക്കും പൈപ്പ് അടച്ച് ഞാൻ എടുത്തപ്പോഴത്തേക്കും പകുതി മുക്കാലുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ ഫോണൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നിറച്ചിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുത്തി നിർത്തിയാണ്. വെള്ളമൊക്കെ നിറച്ചു. ഞാൻ ചെടീൻ്റെ അവിടെയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ മൊബൈൽ ഓണാക്കിയത്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് 2 കൈ കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും പകുതി മുക്കാലുമായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴുതനയുടെ ഒരു വീഡിയോ ഇടാമെന്ന്. അത് ഞാൻ ഇന്ന് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കാലും വയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു നോക്കി. ലക്കി ബാമ്പു ഇപ്പോൾ എല്ലാത്തിലും നല്ലോണം കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല. നടുവിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വെട്ടിക്കൊടുത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ആ ഇലയൊന്ന് കീറി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് ഒരു 2, 3, 4 എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞത് പൊട്ടിക്കിളുത്തോളും. അങ്ങനെ പൊട്ടിക്കിളുത്താണ് ഈ ഏറ്റവും താഴത്തെ ഇത് കണ്ടോ. അതാരോ വെട്ടിക്കളഞ്ഞിട്ട് അത് തന്നെ കിളിച്ച് വന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതേ കണക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ പടർത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അത് നേരെ ഞാൻ പടർത്തി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് വെട്ടണോ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. വെട്ടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ വേണം പറയാൻ. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. പിന്നെ ഇതൊക്കെ ചാഞ്ഞ് മഴയൊക്കെ ആയപ്പോൾ ചാഞ്ഞിതായിട്ട് നിൽക്കുന്നു. പിന്നെ ഈ ഒരു ചെടി ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ചൊറിച്ചിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പശ കണ്ടിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. പിന്നെ നമ്മുടെ ഓർക്കിഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓരോ ചെടികളെയും നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ